നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. റിയാക്ഷൻ അല്ലല്ലോ, ഈ കിഴി എപ്പിസോഡാണ്. ഈ കിഴി എപ്പിസോഡാണ്. ഒന്നി പേച്ചാ മൂന്നെന്ന്. ഒന്നാമത് പേച്ചു, രണ്ടാമത് ഞാനും പേച്ചു, മൂന്നാമത് ശരിയടാ, സത്യ പേച്ചു പോയതാ. മൂന്നാമത് ഒരാൾ കൂടി ഉണ്ട് പേരക്ക്. അങ്ങനല്ല, ഒന്ന് പേച്ച്, രണ്ട് പേച്ച്. ഈ കാണുന്ന എല്ലാവരും, അതായത് ഈ ചാനലിലേക്ക് കയറി വന്നപ്പോ നിങ്ങളും പേച്ചു. ഓക്കെ, എന്തായാലും എന്റർടൈൻമെന്റ് കിഴി ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് മത്സരങ്ങളുണ്ട്, അല്ല ഒരുപാട് കിഴികളുണ്ട്. ഒരുപാട് കിഴികളുണ്ട്, ഒരു മത്സരമുണ്ട്. എന്താണ് മത്സരത്തിന്റെ അജണ്ട? കഴിഞ്ഞ മത്സരം ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സരം നീ പറ. ഓക്കെ, തമിഴ് ആയിക്കോട്ടല്ലേ? ഓക്കെ, മലയാളം കഴിഞ്ഞു, പിന്നെ തമിഴാണ് നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഹെഡ് ടൈല് പ്രിഫറൻസ് കൊടുത്തതാ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം ടൈല് വിളിച്ചു, പ്രശ്നം ഹെഡ് വിളിക്കാലോ എന്ന് വിചാരിച്ചാ, വേണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ജെറി. ഇതേതാ സിനിമ? ജെറി എന്ന സിനിമ, അതായത് കോട്ടയം നസീർ ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. ആളെ തന്നെ അറിയുള്ളൂ. അത് മലയാളം അതല്ല, ഏതാ സിനിമ എന്ന് ചോദിച്ചത്, ഏതാ ഭാഷ എന്നല്ല, ഞാനതാ വിചാരിച്ചത് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളതാണ്. ജെറി സിനിമ OTT വരുന്നുണ്ട് മെയ് 30 സിംപ്ലി സൗത്തിൽ വരും. ഓക്കെ ഓക്കെ, പോസ്റ്റോടെ കാണിക്കാം. ഇതാണ് ആ സിനിമ. കണ്ട ആൾക്കാരുണ്ടാവും, കണ്ടവരുണ്ടാവും. എല്ലാ സിനിമയും കാണുന്നവരുണ്ട്, പിന്നെ OTT വരുന്നെല്ലാം കാണുന്നവരുണ്ട്. സത്യം. അടുത്ത പരാശക്തി സിനിമയുടെ 40 ദിവസത്തെ ഷൂട്ട് കൂടി ഇനി ബാക്കിയുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യാണ് SKക്ക് വേണ്ടിയിട്ട്. SK മദ്രാസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി ഷൂട്ട് തുടങ്ങും. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് സുധാ കൊങ്കാരയാണ്. ഓക്കെ, അടുത്ത കഴി കൂലി. കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. എന്താണ്? പവർ ഹൗസ് വൈബ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് കാണാം. ഇതിലൊരു സ്റ്റില്ലുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഇത് പുറത്ത് വന്നതന്നെ നമ്മൾ അറിഞ്ഞത്. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഭീകര സാധനം. ഓക്കെ, അതിന്റെ പോസ്റ്ററാണിത്. ഫാൻ മെയ്ഡ്, അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഒരു കത്തി പിടിച്ചപ്പോ ഇവിടെ 2 കത്തി പിടിച്ചു. അതെ അതെ, കുറവ് ഒന്നിനും കുറവില്ല. ഓക്കെ, നടക്കം നോക്കി പൊളി സാധനം. ആ ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബ്ലൂ ജീൻസിന്റെ ഷർട്ട് ഇട്ടിട്ട് അത് ഒരു 1.5 സാധനം കാണാൻ. അത് വളരെ കിടിലനാണ്. പിന്നെ മോണോക്രോം ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതിലെ ലാസ്റ്റ് ആ വിസിലടിക്കുന്ന മോണോക്രോമിലാണ്. എന്താ അടിപൊളിയായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ലോകേഷ് പൊളിയും. കൂലി ഇങ്ങോട്ട് വരട്ടെ. എനിക്ക് തോന്നുന്നു വാറൊക്കെ അതിന്റെ മുമ്പില് പറയാൻ പറ്റൂല. അടുത്തത് ഹേയ് ജവാനി തു കഹാൻ അവിടെ കുടുങ്ങിയെടുത്ത് തുപ്പുന്നത്. ഞാൻ ആ ഒരു വൈബില് പോവായിരുന്നു. ഹേ ജവാനി തു കഹാനി ഹേ തു ഇഷ്ക് കഹാനി. ഇഷ്ക് ഉണ്ടല്ലോ അതിനൊക്കെ ഹിന്ദി പഠിക്കേണ്ടി വരും. ഇഷ്ക് കഹോന. അതായത് ഹേ ജവാനി തു ഇഷ്ക് കഹോന ഹേ. വല്ലാത്ത ജാതി. ഇത് 2026 വരുന്നത്. കുഴപ്പമില്ല, അതുവരെ നമുക്ക്. പക്ഷെ ഇതിന്റെ അപ്ഡേറ്റ്സ് ഇടയ്ക്ക് വരുമല്ലോ, സ്കിപ്പ് ചെയ്ത് നൈസായിട്ട് ഇതിന്റെ വലിയ വല്ലാണ്ട് നോക്കണ്ട. ഓക്കെ, എന്താണെങ്കിലും ഏപ്രിൽ 10, 2026 സിനിമ റിലീസിനെത്തും എന്നാണ് പറയുന്നത്. മൃണാൾ താക്കൂർ, വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ. ട്രയാങ്കിൾ ലവ് സ്റ്റോറി. ഒന്നെങ്കിൽ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, മറ്റേത് അവിഹിതം, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടടക്കുന്ന ഒരു ക്യാരക്ടർ. ഹിന്ദി അല്ലേ, അതിൽ നിന്ന് അപ്പുറത്തേക്ക് അവർ പോവാറില്ല.
പോയതായിരുന്നു കുറച്ചൊക്കെ അല്ലേ, പിന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ, അടുത്ത കിഴി YRF സ്പൈ യൂണിവേഴ്സ്. സ്പൈ യൂണിവേഴ്സിലേക്ക് നമ്മുടെ രശ്മിക മന്ദാന വരുന്നുണ്ട്. ഒരു എൻട്രി ഉണ്ട്. 10 and 2 എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. മിക്കവാറും എനിക്ക് തോന്നുന്നു പുഷ്പയിലെ ആ ഒരു ഡയലോഗ് ഡെലിവറി കണ്ടിട്ടായിരിക്കും. അത് കടന്ന് കേട്ടെ, അതാണ് അടിപൊളി. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്, ഡയറക്ടറുണ്ട്, പിന്നെ നമ്മുടെ ദിലീപ് ഏട്ടനുണ്ട്. അടിപൊളി ലുക്ക്. സോറി, ആ ലുക്കിലുള്ള പോസ്റ്റർ അല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു. വിശ്വംഭര മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ തൃഷ ആണ് നായിക. ആളുടെ പോർഷൻസ് കഴിഞ്ഞു എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ആള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് പോരട്ടെ. അല്ല, ഇതില് വിശ്വംഭരയില് നയൻതാര ഇല്ല, അത് മറ്റേ അടുത്ത ചിരഞ്ജീവി പെഡി സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കിങ് ഓഫ് കൊത്ത വൈബിലെ കണ്ടിട്ട് ലുക്ക് ഒക്കെ അങ്ങനെയൊക്കെ നല്ല ഫീൽ ഒരു വൈബിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പെഡി രാം ചരൺ നായകനാവുന്ന സിനിമയാണ്. ഓക്കെ, അടുത്ത കിഴി KH 237 വീണ്ടും കമൽഹാസൻ നായകനാവുന്ന സിനിമ. സിനിമ സംവിധാനം ചെയ്യുന്നത് അൻപറിവാണ്. 2 മാസം കൊണ്ട് ഇതിന്റെ മൊത്തം ഷൂട്ടും കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കുകളൊക്കെ ഓൾറെഡി തീർന്നു, ഷൂട്ട് ചെയ്താൽ മാത്രം. പക്ഷെ അതിനുശേഷം വർക്ക് കുറെ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് ഒരുപാട് നീണ്ടു പോകാറുണ്ട്. പ്രത്യേകിച്ച് കമൽഹാസൻ ചിത്രമൊക്കെ അങ്ങനെ നീണ്ടു പോകുന്നതാണ്. വേറെ ഒന്നും ഇല്ലല്ലോ, അതോ ഒന്നുമില്ലല്ലേ. ജൂൺ 12 സിനിമ ഷൂട്ട് തുടങ്ങാൻ. ഓക്കെ, അടുത്തത് മദ്രാസ് മാറ്റിനി. അതിന്റെ കുതിപ്പണ കണ്ടല്ലേ, മനസ്സിലായില്ല. നിന്റെ ആ ഒരു യുദ്ധത്തിനൊക്കെ പോയിട്ട് യുദ്ധം ജയിച്ചോണ്ട് ഒരു കുതിര നിമിഷത്തിലല്ല ആ ഒരു സാധനമാണ്. എന്താണെങ്കിലും സത്യരാജ് നായകനാഥ് സിനിമയാണ്. ജൂൺ 6 സിനിമ റിലീസിനെത്തുന്നത്. കാർത്തികേയൻ മണിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോന്നോട്ടെ. ഓക്കെ, പോന്നോട്ടെ. കുതിര ഒന്നും കൂടി നോക്കട്ടെ. ഇല്ല, ലോയർ വിജയ് ആന്റണി നായകനാവുന്ന സിനിമയാണ്. ജോഷുവാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ ലുക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. രവീന ടണ്ടൻ ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആള് ഓൺ ബോർഡായിട്ടുണ്ട്. ആള് ലോയറായിട്ട് തന്നെയാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ എതിരാളി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും എതിരാളി ആയിരിക്കണം. കാരണം രവീന ടണ്ടൻ അല്ലേ, എന്തായാലും എതിരാളിയായിട്ടായിരിക്കും കൊണ്ടുവരിക. കാരണം അങ്ങനെ ട്രെൻഡാണല്ലോ വന്നത് KGF മുതൽ. അതെ. അടുത്തത് കളങ്കാവൽ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ ലീക്കായതാണ്, പുറത്ത് വന്നിട്ടുണ്ട്. കാണാം. ഓക്കെ, അടുത്ത കിഴി 3-2 അല്ലേ? ഓക്കെ, അടുത്ത കിഴി കുതിര ശരിയാക്കിയോന്ന് സംശയം. കാന്ത അടിപൊളി. അപ്പം ആ കുതിര ഈ അവസാന രാജാവ് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് പടയാളി ഹമ്പ് ചെയ്ത് തലയർത്ത് പുറത്ത് ആ അവസ്ഥയാണ് ഇപ്പോൾ. അതിന് വേണ്ടിയിട്ടുള്ള ചാട്ടാണ് ചേട്ടാ. ഓക്കെ, ആ കുതിപ്പണ കണ്ടത് മരിക്കാനുള്ള മരണത്തിലേക്കുള്ള കുതിപ്പ്. ഓക്കെ, കാന്ത സിനിമ ജൂലൈ അവസാനത്തോടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജൂലൈ. ദുൽഖറിന്റെ അടുത്ത റിലീസ് ആവാനുള്ള സിനിമ അതാണ്. ലാസ്റ്റത്തെ കിഴിയ ഇനിയിപ്പോ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. തമിഴായിരിക്കും, പക്ഷെ എന്നാലും അത് കളിക്ക് തമിഴാണ്. വിക്രം പ്രേംകുമാർ, അതായത് വിക്രത്തിന്റെ അടുത്ത് പ്രേംകുമാർ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് പ്രേംകുമാർ നമ്മുടെ മെയ്യഴകൻ 96 ഇതിന്റെ ഡയറക്ടറാണ്. 96ന്റെ സെക്കൻഡ് പാർട്ട് വരുന്നില്ലേ? പ്ലാനിങ് ഉള്ളൂ, അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ കാര്യം പ്രേംകുമാർ എന്തായാലും 63 ഒക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ വിക്രമിന്റെ അടുത്ത സിനിമ. എന്തായാലും ഒരു സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു നല്ല സിനിമയാവും തീർച്ചയായിട്ടും, കണ്ടിരിക്കാൻ പറ്റുന്ന മുതലായിരിക്കും. അപ്പൊ എന്തായാലും കാത്തിരിക്കാം.
അപ്പൊ കിഴി എപ്പിസോഡ് വീണ്ടും തൂക്കിയിരിക്കുകയാണ്. ടൈമിങ് എപ്പോഴും നമുക്കാണ്. നിനക്ക് കുതിര സൗണ്ട് ഉണ്ടാക്കും, എനിക്ക് ആട് സൗണ്ട് ഉണ്ടാക്കും. നിനക്ക് കോഴിയല്ലേ സൗണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തള്ളാനും പറ്റൂലേ? അതെ, അങ്ങനെ അല്ലാതെ തർക്കിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നീ കോഴിയല്ലടാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അത് പണ്ട് മുതൽ അങ്ങനെ ശീലിച്ചു. തെളിവുണ്ട് ഒരുപാട്. തെളിവുകളൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതാണല്ലോ അവർക്കറിയാം, വീഡിയോസിൽ ഇത് കാണുന്നതാണല്ലോ. അതൊരു സത്യം. പല സമയത്തും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിന്റെ സത്യം എന്താണെന്നുള്ളത്. എന്തായാലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.